ഇപ്പം ഞാനൊരു സദ്ഗുരുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇത് കേട്ടിട്ടുണ്ട്. അതായത് ഒരു പൂ നമ്മളൊരു സയൻസ് വശമായിട്ടൊരു പൂവിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആസ്വദിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ആ പൂവിൻ്റെ എത്ര ഒക്കെ ഈ പെറ്റൽസ് എങ്ങനെ വന്നതിൽ ഈ പോളൻസ് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ അതിൻ്റെ സ്റ്റെം ഇതൊക്കെയാണ് നോക്കിയിരിക്കുള്ളൂ. പക്ഷെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ആൾ ഒരു പൂവിനെ കിട്ടിക്കഴിഞ്ഞാലായിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ ആസ്വാദനം വരുന്നത്, അതിൻ്റെ ഭംഗി, അതിൻ്റെ മണം എന്നൊക്കെ ഉള്ളത്. ആക്ച്വലി നമ്മുടെ ഈ ഒരു ആസ്വാദനത്തിനെ ബാധിക്കുന്നു. അല്ലെങ്കിൽ സയൻസ് ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ലേ? അത് സദ്ഗുരുവിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ഒരു ഉദാഹരണം അവതരിപ്പിച്ചതാണ്. ഒരു പഴയ ഉദാഹരണമാണ്. ഇന്ന് സയൻറ്റിസ്റ്റ് പൂവിനെ നോക്കുമ്പം അതിനകത്ത് അതിൻ്റെ സ്ട്രക്ചർ അത് ഇത് ഇങ്ങനെയൊക്കെയുള്ള വീതിച്ച് പൂവിനെ ഡിസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ എന്താണ്, പൂവില്ലാതായി പോവും, പൂവിൻ്റെ ഭംഗി നഷ്ടപ്പെടുന്നതാണ്. തെറ്റിദ്ധാരണയാണ്. അതായത് സയൻറ്റിസ്റ്റുമാർ പൂവിൻ്റെ ഭംഗി കാണുന്നില്ല എന്നാണ് അദ്ദേഹം അസ്യൂം ചെയ്യുന്നത്. തെറ്റാണ്. വേറെ ഇപ്പോൾ എനിക്ക് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ഉദാഹരണം പെട്ടെന്ന് പറയാം. ഇപ്പം നമ്മൾ ബീച്ചിൽ നിന്നിട്ടൊരു സൺസെറ്റ് കാണുകയാണ്. ഭംഗിയുള്ള കാഴ്ചയാണല്ലോ, വളരെ റൊമാൻറ്റിക് ആയിട്ട് നമ്മൾ സ്ഥിരം സെറ്റ് ചെയ്യുന്നൊരു ഏരിയയാണ് അല്ലേ. ഈ സൺസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സണ്ണിനെ നമ്മൾ കാണുമ്പോൾ ചുവന്ന നിറത്തിലാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ചുവന്ന നിറത്തിൽ കാണുന്നത്? നട്ടുച്ചയ്ക്ക് നമുക്ക് റൊമാൻറ്റിക്കായിട്ട് നിൽക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സൺലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ആകാശത്ത് സണ്ണിൻ്റെ ആംഗിൾ കുറയുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും, ഹോട്ട് ഫീലിംഗ് നമുക്ക് നഷ്ടപ്പെടും. പകരം അത് കുറച്ചുകൂടി ഒന്ന് വാമാകും, അത് റെഡിഷ് ആകും, ആകാശത്ത് ആ കളർ സ്പ്രെഡ് ചെയ്യും, വാട്ടറിൽ റിഫ്ലക്ഷൻ വരും. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് ഫിസിസിസ്റ്റിന് അറിയാം. ഓക്കെ, അതുകൊണ്ട് ആ സൺസെറ്റ് ആസ്വദിക്കാൻ പറ്റില്ലെന്നാണോ, അതോ ഈ ആസ്വാദനത്തിൻ്റെ മുകളിലാണോ ഈ അറിവ് വരുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ആസ്വാദനത്തിൽ നിന്നും കുറയുകയാണോ, ആസ്വാദനത്തോട് കൂട്ടപ്പെടുകയാണോ? ഞാൻ കാണുന്നത് അങ്ങനെയാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ബീങ് ആഡഡ്, നോട്ട് സബ്ട്രാക്റ്റഡ്. പൂവിൻ്റെ കാര്യം, ഞാൻ എന്താണ് പൂവിൽ കൂടുതൽ കാണുന്നത്? തീർച്ചയായിട്ടും പൂവിന് സ്ട്രക്ചറൊക്കെ ഉണ്ട്. അത് പൂവിൻ്റെ സ്ട്രക്ചർ പ്രധാനപ്പെട്ടതാകുന്ന സ്ഥലത്താണ് പൂവിനെ മുറിക്കേണ്ടി വരുന്നത്. പൂവ് എന്താണ്? എന്താണ് പൂവ്? പറയൂ. നിങ്ങൾ സയൻസ് അല്ലാത്ത ഒരാളാണെന്ന് വെച്ചോളൂ. പൂവ് എന്താണ്? പൂന്ന് പറയുന്നത് ഒരു പൂ. ചെടിക്ക് എന്തിനാണ് പൂവ്? ചെടിക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു സീഡ് ഉണ്ടാവാൻ വേണ്ടി പൂവുണ്ടാവും. സീഡ് എന്തിനാണ്? അതിൽ ഈ ബാക്കി പോളിനൈസേഷനും ഇതൊക്കെ ആവശ്യം. സീഡ് എന്തിനാ? സീഡ് അടുത്ത ആ ചെടിയുടെ സർവൈവലാണത്. അതെ, ആ ചെടിക്ക് അടുത്ത തലമുറയുടെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിന് വിത്ത് വേണം. ചെടി ഓരോ ജീവികളും ഓരോ രീതിയിലാണ് നെക്സ്റ്റ് തലമുറ ഉണ്ടാക്കുന്നത്. ചെടിക്ക് ഒരിടത്ത് നിൽക്കാനേ പറ്റും. പൂവെന്ന് പറയുന്നത് സീഡിനല്ല, സീഡ് ആവൂല പൂ മാത്രമാണെങ്കിൽ. പൂവിനകത്ത് അതിൻ്റെ സെക്സ് സെൽസ് ആണ്. ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യുകയും ഫെർട്ടിലൈസ് ചെയ്താലും മാത്രമേ അത് അടുത്ത ജനറേഷൻ ആവൂ. ഈ ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ ഉള്ള കുഴപ്പം എന്താണ്? 2 സെല്ലുകൾ ഒരുമിച്ച് വരണം. അപ്പോൾ ഒന്ന് വേറൊന്നിലും മിക്സ് ചെയ്യണം. ചെടിക്ക് അനങ്ങാൻ പറ്റില്ല, ഇത് കൊണ്ടൊന്നും മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ദർ ഈസ് നോ പോൺ ഫോർ പ്ലാന്റ്സ്, കാരണം ദർ ഈസ് നോ മൂവ്മെൻറ്റ്, നത്തിങ്. അപ്പോൾ ഇതിന് മൂവ് ചെയ്യാൻ കഴിയുന്ന ആനിമൽസിൻ്റെ സഹായം വേണം. ആനിമൽസ് നിങ്ങൾക്ക് വേണ്ടി ചുമ്മാ ഫ്രീ ആയിട്ട് ഈ സർവീസ് തരുമോ? ഇല്ല. ദേ ഹാവ് ടു ബി ലുവേർഡ് ഇൻ. എന്തെങ്കിലും കാണിച്ച് വരുത്തണം. അപ്പോൾ കാണിക്കുന്നത് തേൻ ഒരു ഓഫറാണ്. അപ്പോൾ ഈ തേൻ ഇവിടെ ഉണ്ടെന്ന് അറിയണം, വിഷ്വലാണ്. തേനിൻ്റെ മണം പിടിച്ച് വരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ തേൻ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ തേനിൻ്റെ ഇൻഡിക്കേഷനായിട്ട് കുറച്ച് കളറൊക്കെ വെച്ച് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ കളർ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അതും പച്ച ഇലകൾക്കിടയിൽ ചുമന്ന പൂവെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും. മനുഷ്യൻ്റെ കണ്ണിന് ഏറ്റവും പെട്ടെന്ന് കോൺട്രാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 കളേഴ്സാണ് റെഡ് ആൻഡ് ഗ്രീൻ. ഓക്കെ, ചുവന്ന പഴുത്ത പഴം, അതും പച്ച ഇലകൾക്കിടയിൽ നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ പോളിനേറ്റേഴ്സ് അല്ലെങ്കിൽ സീഡ് ഡിസ്പേഴ്സ്, പോളിനേറ്റേഴ്സാണ് ഇവരെ മിക്സ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പം സ്പേം എഗ്ഗും ഫ്യൂസ് ചെയ്തിട്ട് അവർക്ക് സീഡിലേക്കുള്ള എംബ്രിയോ ഉണ്ടാക്കാൻ പറ്റും. ഈ സീഡിനും ഉണ്ട് പ്രശ്നം. സീഡ് അവിടെ തന്നെ വീണ് കഴിഞ്ഞാൽ അവിടുത്തെ ന്യൂട്രിയൻസ് വെച്ച് വേണം വളരാൻ. അപ്പോൾ ഈ പാരൻ്റ് പ്ലാന്റിനും അതേ ന്യൂട്രിയൻസ് വേണം. ഇപ്പോൾ ന്യൂട്രിയൻസ് ഷെയർ ചെയ്യുമ്പോൾ കുറയും. അപ്പോൾ സീഡ് കുറച്ച് ദൂരെ പോയി വീഴണം, അതിന് സീഡ് ഡിസ്പേഴ്സ് വേണം. അപ്പോൾ ഫ്രൂട്ട് അവർക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ച് മണവും കുറച്ച് ടേസ്റ്റും ഒക്കെ ഉള്ള സാധനമാണെങ്കിൽ വേറൊരു ജീവി വന്നത് കഴിച്ചിട്ട് അത് മൂവ് ചെയ്ത് വേറെ എവിടെയെങ്കിലും ചെന്നിട്ട് ഈ വിത്ത് ഡിസ്പേഴ്സ് ചെയ്യും. അപ്പോൾ വേറൊരു സ്ഥലത്ത് ഈ ചെടി വളരും. ഇത് പ്രകൃതിയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാനാണ്. വളരെ തമ്മിൽ കോർഡിനേറ്റഡ് ആയിട്ട് ഇതിങ്ങനെ ഒന്ന് കാരണം വേറെ ഒന്നിന് ബെനിഫിറ്റ് ചെയ്യുന്നു. അപ്പോൾ പൂവെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്താണ്, അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ്. കറക്റ്റ്. നമ്മുടെ വീടിന് മുമ്പിൽ നമ്മൾ ചെടി വെക്കുന്നത് നമുക്ക് എന്തിനാണ്? പൂവ് ഭയങ്കര അട്രാക്ഷനാണ്. ഓക്കെ,
നമ്മൾ ഏറ്റവും പബ്ലിക്കായിട്ട് നിർത്തുന്നത് പൂവാണ്. പക്ഷേ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറഞ്ഞാൽ ചെടിയുടെ പ്രൈവറ്റ് പാർട്ടാണ് അല്ലേ. ചെടിയിൽ ഏറ്റവും പബ്ലിക്കായിട്ട് നമ്മൾ നിർത്തുന്നത് അതിൻ്റെ പ്രൈവറ്റ് പാർട്ടാണ്. ഇത് പൂവിൻ്റെ ഭംഗിയോട് കൂടിയോ കുറഞ്ഞോ. എന്നെ സംബന്ധിച്ചിടത്തോളം പൂവിൻ്റെ ഭംഗിക്ക് മുകളിലാണ് ഇത് ആഡ് ചെയ്യപ്പെടുന്നത്. എന്തുകൊണ്ട് പൂവിന് ഭംഗി വന്നു, ആ ചോദ്യത്തിന് ഉത്തരവും കൂടി അതിനകത്ത് വരുമ്പം ഭംഗിക്ക് കൂടുതൽ കാരണങ്ങൾ കിട്ടുകയാണ് എനിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സാഡ് ഗുരുവിനോട് ഞാൻ യോജിക്കുന്നു.